കഥാപാത്രം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മമ്മൂക്കയും വിനായകനും നായകനും വില്ലനുമായിട്ട് അഭിനയിക്കുന്നെന്ന് പറയുന്ന ജിതിൻ കെ ജോസ് ഒരുക്കുന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതായത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന അവരുടെ 7ാമത്തെ സിനിമ. അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് മമ്മൂക്കയുടെ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അതായത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മമ്മൂക്കയ്ക്ക് ഇതിനകത്തൊരു വില്ലൻ ടച്ചുള്ള കഥാപാത്രമാണ്. അതായത് ഈ സിനിമയിലെ പ്രതിനായകൻ മമ്മൂക്കയാണ്. പ്രതിനായകൻ എന്ന് പറയുമ്പോഴും വിനായകനെ നായകൻ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഈ സിനിമയ്ക്കകത്ത പ്രാധാന്യമുള്ളത് അതിനകത്ത് വില്ലന് തന്നെയാണ്. അതായത് പ്രതിനായക വേഷം കൈകാര്യം ചെയ്യുന്നത് ആരോ അവർക്കാണ് ഈ സിനിമയ്ക്ക് പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു ആൾക്കാരുടെ കുറച്ചുകൂടെ ഒരാൾ വില്ലനാണെങ്കിൽ ആൾക്കാരുടെ കുറച്ചുകൂടെ സഹതാപം നേടിയെടുക്കുന്നത് എപ്പോഴും കുറച്ച് പാവമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു റോളായിരിക്കും. ആ റോളിൽ വരുന്ന ആളെയാണല്ലോ ഒരു നായക സങ്കല്പം എന്ന് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു വില്ലൻ റോളുകളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് നായകനായ മമ്മൂക്കയെക്കാട്ടിലും, അതായത് സാധുവായിട്ടുള്ള നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന നായക വേഷങ്ങളിൽ മമ്മൂക്ക ധാരാളം സിനിമകളിൽ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നായക വേഷത്തിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ, അതായത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങൾക്കാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ചില കഴിഞ്ഞ കാലത്തെ 1-2 അത് ഒരുപാട് സിനിമകളിലെ വില്ലൻ വേഷങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വിധേയൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രം, എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ആ സിനിമയ്ക്ക് കാണാൻ പറ്റുമെന്നുള്ളത് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. പിന്നൊന്ന് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ സിനിമ ഇപ്പം വീണ്ടും ഒരു 4K റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വില്ലൻ, അതായത് അതിനകത്ത് തന്നെ നായക കഥാപാത്രമായ ഹരിദാസിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ പെർഫോം ചെയ്യാനുള്ളത്. കാര്യം അദ്ദേഹം അതിൻ്റെ ഏറ്റവും അറ്റത്തെത്തിച്ചെന്നുള്ള രീതിയിൽ, ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ എത്തിച്ചെന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിനകത്ത് നമുക്ക് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഇപ്പം മേഘം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലൻ ലുക്കും വില്ലൻ സ്വഭാവവും എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഞെട്ടിച്ച സംഭവമാണ്. അതുപോലെ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയുടെ ചില ഭാഗങ്ങളിൽ നമുക്കറിയാം, ഇങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് സിനിമകളുണ്ട് മമ്മൂക്കയുടെ, ഒരുപാട് സിനിമകൾ നമുക്കുണ്ട്. കാര്യം ഈ ഇപ്പം അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ലായിരുന്നു. ഇപ്പോൾ മേഘം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ള വില്ലൻ ലുക്കിലേക്കും കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പം ആ കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ കാണിച്ച് അവസാനിപ്പിച്ചപ്പം മറ്റു 2 സിനിമകളിലും പ്രത്യേകിച്ച് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വില്ലൻ വേഷമായിരുന്നു മമ്മൂക്കയുടെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് തന്നെ ഉണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ചിരി തന്നെ ഉണ്ട്, ഒരു കോണ് കൊണ്ടുള്ള ഒരു സൈഡ് കൊണ്ടുള്ള ചിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ റോളുകളിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നമ്മൾ എടുക്കുക. അങ്ങനെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇവിടം വരെയുള്ള മമ്മൂക്കയുടെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറുകൾ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്കയുടേതും ഒരു പോലീസ് വേഷമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മമ്മൂക്കയുടെ ഒരു പോലീസ് വേഷമാണ് ഈ സിനിമയ്ക്കകത്തെങ്കിൽ, അതായത് പോലീസുകാരനായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രത്തിലാണ് മമ്മൂക്ക വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള സകലമാന കഥാപാത്രങ്ങളുടെയും മേളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കാര്യം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന 100% ആൾക്കാർ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നിർമ്മാണ കമ്പനി ഒരു സിനിമയിലേക്ക് ഒരിക്കലും പോകാൻ സാധ്യതയില്ല. ഇനി അത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് അവർ പോയാൽ പോലും മമ്മൂക്ക ഇത്തരത്തിലുള്ളൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. കാര്യം ആ സിനിമയും അതിനകത്തെ ആ ഒരു കഥാപാത്രവും എത്രമാത്രം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് മമ്മൂക്കയ്ക്ക് പൂർണ്ണമായിട്ടും അതിനോട് യോജിപ്പുണ്ടായിട്ട് അത്രമാത്രം നിശ്ചയവും ഉറപ്പും ആ കഥാപാത്രത്തിലും ആ സിനിമയിലും ഉണ്ടായിട്ടും മാത്രമാണ് മമ്മൂട്ടി കമ്പനി ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് മമ്മൂക്ക തന്നെ ഈ ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറെയും കൂടി, അതായത് കുറുപ്പിൻ്റെ ഒരു കഥാകൃത്തോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരാളെ ഒരു പുതിയ ഡയറക്ടറാക്കി മമ്മൂട്ടി കമ്പനി കൊണ്ടുവരുവാണ്. ഇപ്പോൾ റോബി വർഗീസ് രാജിന് ശേഷം അടുത്ത ഒരു പുതിയ ഡയറക്ടറാക്കി കൊണ്ടുവരികയാണ്, അതായത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയിലൂടെ.
അപ്പോൾ ജിതിൻ നമുക്കറിയാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സിനിമ ഒരു വലിയ വിജയമായി കഴിഞ്ഞാൽ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറും മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം ഉയർച്ചയിലേക്ക് വരും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള റോബി വർഗീസ് രാജ് ആണെന്നുള്ള കാര്യങ്ങളും നമുക്കറിയാം. എന്തായാലും റോബി വർഗീസ് രാജിനെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂക്ക അദ്ദേഹം സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമയ്ക്ക് ശേഷം റോബി വർഗീസ് രാജിന് മറ്റ് സിനിമകളിലേക്ക് പോകുന്നതിൻ്റെ ഇടവേളകളിൽ അദ്ദേഹത്തിന് വീണ്ടും കൈവിടാതെ ഒരു ക്യാമറാമാനായിട്ട് മമ്മൂക്ക ഒപ്പം കൂട്ടിയിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും റോബി വർഗീസ് രാജും ഇതുപോലെ നല്ല നല്ല കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും റോബി വർഗീസ് രാജിനെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളിലൂടെ ഒരു ഡയറക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. റോബി വർഗീസ് രാജും ജിതിൻ കെ ജോസ് എന്ന് പറയുന്നവരും അൻവർ റഷീദിൻ്റെയും അമൽ നീരദിൻ്റെയും വൈശാഖിനെയൊക്കെ പോലെ മമ്മൂക്ക സംഭാവന ചെയ്തിട്ടുള്ള വലിയ ഡയറക്ടർമാരുടെ നിരയിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക്